ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ദൈവവചനത്തിന്, ബൈബിളിനും പ്രാധാന്യം കൊടുക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം പ്രകാരം പറയുന്നു, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുക്കാവോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് വചനം തുറന്നപ്പോൾ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ലോട്ടറിയാണ് ഈ വചനത്തിന് ബൈബിളിൻ്റെ അകത്ത് വെച്ചിരുന്നത്. പ്രിയപ്പെട്ടവർ, ഒരിക്കലും നമ്മൾ ഈ ബൈബിളിൻ്റെ അകത്ത് ലോട്ടറി വെക്കുകയോ അല്ലെങ്കിൽ മറ്റേ കടം കൊടുക്കാനുള്ള പൈസയുടെ കണക്ക് വെക്കുകയോ ഇതൊന്നും ബൈബിളിൻ്റെ അകത്ത് വെക്കരുത്. കാരണം വചനം ഈശോയാണ്. നമ്മളൊരു ഭവനത്തിൽ ബൈബിൾ വെക്കുമ്പോൾ, ബൈബിൾ എടുക്കുമ്പോൾ, ബൈബിൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അത്രമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഒരിക്കൽ ഏതോ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരു സഹോദരിയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ അമ്മ മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്. നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി ആദ്യം ഇങ്ങനെ തർക്കിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ എടുക്കുക, ബൈബിളിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ വചനം ഇതാണ്, വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 5-ാം തിരുവചനം. വചനം ഇതാണ്, മഹാബാബിലോൺ വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. അവർ ഈ സഹോദരിയോട് പറഞ്ഞു, മാതാവിനെ പറ്റി ഇത്രയും മോശമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി 12-ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ച് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന ഈ സഹോദരി പറഞ്ഞു, അത് ശരിയാണല്ലോ, മാതാവിനെ പറ്റി ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും നാളും മാതാവിനോടാണല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ മാതാവിനോടുള്ള പ്രാർത്ഥന നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ശനിയാഴ്ച ഞങ്ങളെ പ്രാർത്ഥനയുണ്ട്, അങ്ങോട്ട് പോരാൻ പറഞ്ഞു. ആ സഹോദരി അവിടെ ചെന്നു. ആ സഹോദരിയും കുടുംബവും അതിലേക്ക് പോവുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വചനം അറിയാതെ അല്ലെങ്കിൽ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇണവചനങ്ങൾ, കണക്റ്റിംഗ് വചനങ്ങൾ എഴുതി വെക്കും. പുതിയ നിയമത്തിലെ വചനങ്ങളും പഴയ നിയമത്തിലെ വചനങ്ങളും നമ്മളത് ഒത്തുചേർത്ത് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത്. വെളിപാട് 17:5 പറയുന്ന മഹാബാബിലോൺ വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്, ഈ വചനത്തിൻ്റെ അണവചനം ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കിടപ്പുണ്ട്. റോമാ നഗരത്തിൻ്റെ പ്രതീകാത്മക നാമമാണ് ബാബിലോൺ എന്ന്. ഈ സഹോദരി ഇത് വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർ പറയുന്നതും കേട്ട് അവരുടെ പുറകെ പോകത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ വചനം വായിക്കുമ്പോൾ ചില വചനങ്ങളുടെ കണക്റ്റിംഗ് വചനങ്ങൾ അല്ലെങ്കിൽ ഇണവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. നമ്മളതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. ബൈബിൾ വായിച്ചിട്ട് പലർക്കും ഇങ്ങനെ മനസ്സിലാകാതെ അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ ബൈബിളിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ വചനങ്ങൾ, ചെറിയ വചനം, കണക്റ്റിംഗ് വചനങ്ങൾ എഴുതുമ്പോൾ അത് വായിക്കാതെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മാതാവ് അങ്ങനെയാണ് അല്ലെങ്കിൽ മാതാവ് ഇങ്ങനെയാണ്, മാതാവിന് മക്കളുണ്ടായിരുന്നു, വേറെ മക്കളുണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വചനത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കണം. അപ്പോഴും നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സഹോദരി ഇങ്ങനെ വിളിച്ച് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഈ സഹോദരി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ 3 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി ബൈബിളിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഒരു ചെറുപ്പക്കാരിയാണ്. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഞാൻ ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഞാൻ വചനത്തിലൂടെയാണ് ഈശോയെ അടുത്തറിഞ്ഞത് എന്ന്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ബൈബിളിൻ്റെ ഏറ്റവും അടിയിൽ ഇങ്ങനെ കണക്റ്റിംഗ് ഇണവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനങ്ങളും കൂടെ നോക്കി നമ്മളത് വചനം മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലെയൊക്കെയുള്ളവർ വന്ന് മാതാവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ വീണു പോകാതെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയൊക്കെ ചൊല്ലി ദൈവവചനത്തെ ആദരിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ബൈബിളിനും പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ഭവനത്തിലാണെങ്കിലും വചനത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് നല്ല രീതിയിൽ വൃത്തിയുള്ളിടത്ത് ബൈബിളൊക്കെ വെച്ച് ബൈബിളിൽ ലോട്ടറിയോ അതുപോലുള്ള
കണക്ക് ബുക്കുകളൊക്കെ ഒന്നും ആക്കാതെ അത്രമാത്രം ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്ത് എല്ലാ ദിവസവും വചനം വായിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും കടന്നു വരും. ദൈവവചനമായ ഈശോയെ ആദരിക്കുവാനും ദൈവവചനമായ ഈശോ അനുഭവിച്ചറിയുവാനും നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.